Good morning all. So this is a chapter 2 cell clusters. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിഷ്യൂസിൽ തന്നെ ഇനി വെവ്വേറെ കാറ്റഗറീസ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ പാർട്ട് 3 ആനിമൽ ടിഷ്യൂസ്. നമ്മൾ ടിഷ്യൂസിലേക്ക് കടക്കുകയാണ്. നമ്മളടക്കമുള്ള ആനിമൽസിന് എന്തൊക്കെ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, വി നോ ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ plant cell and animal cell. Okay, plant cell group together to form plant tissues. Then animal cells group together to form animal tissues. So in this class we are learning about animal tissues. Listen. The first one, epithelial tissue. There are 4 kinds of animal tissues. The first one is epithelial tissue, nervous tissue, muscular tissue, and connective tissue. So these are the 4 kinds of tissues present in animals. Okay, so let me know one by one in detail. So the first one, epithelial tissue. Epithelial tissue എന്ന് പറയുമ്പോൾ തന്നെ epithelium, you will get another term, that is epithelium. Epithelial tissue can also be known as epithelium. Both are same. രണ്ടും ഒരേ വേർഡാണ്. കവറിംഗ് എന്നാണ് അർത്ഥം. എപ്പിത്തീലിയൽ ടിഷ്യൂ ആയാലും എപ്പിത്തീലിയം ആയാലും കവറിംഗ്, ഇതാണ് അതിൻ്റെ മീനിങ്. സോ ദിസ് ഇസ് ദ ടിഷ്യൂ ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. കവേഴ്സ് മീൻസ് പ്രൊട്ടക്ഷൻ ഇറ്റ് സെൽഫ്. എന്തെങ്കിലും ഒന്നിനെ കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ, പൊതിയുക എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് അതിൻ്റെ എയിം പ്രൊട്ടക്ഷൻ തന്നെയാണ്, അല്ലേ? സോ എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ? ആനിമൽ ബോഡീനെ കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. വേറെ ബോഡി പാർട്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾ ബോഡീനെ ആയിരിക്കാം കവർ ചെയ്യുന്നത്. Can you give one example for epithelial tissue which is covering the whole body? Yes, that is skin. ഒരു epithelial tissue ആണ് സ്കിൻ എന്ന് പറയുന്നത്. Here you can see the skin. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്കിന്നാണ്. ലെയർ ബൈ ലെയർ ആയിട്ട് സ്കിന്നിലുള്ള ടിഷ്യൂസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ലെയറിൽ കാണുന്നതാണ് epithelial tissue in the skin. First layer. You can see the hairs, body hairs on the top of this epithelial tissue. This epithelial tissue can also be known as epithelium. Okay, and the cells are arranged like this. ചിലപ്പോൾ ഒറ്റ ലെയർ സെൽസ്, ഇവിടെ ഒരു ലെയർ സെല്ല് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ സ്കിന്നൊക്കെ എടുക്കുവാണെങ്കിൽ there are many layers of cells. ഇവിടെ ഒരു സിംഗിൾ ലെയറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിംഗിൾ ലെയർ അല്ല, ഒരുപാട് ലെയേഴ്സ് ചേർന്നിട്ടാണ് സ്കിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ പറഞ്ഞു അല്ലേ, കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ഫോർ എക്സാമ്പിൾ സ്കിൻ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എപ്പിത്തീലിയം. എപ്പിത്തീലിയം മീൻസ് വിച്ച് കൈൻഡ് ഓഫ് ടിഷ്യൂ? എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയവും എപ്പിത്തീലിയൽ ടിഷ്യൂ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? ബോഡി പാർട്സിനെയോ ഹോൾ ബോഡിയെയോ കവർ ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത് സ്കിൻ. ദെൻ ദ സെക്കൻഡ് എക്സാമ്പിൾ, ലൈൻസ് ദി ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. സോ ഹിയർ യു ക്യാൻ സീ എ ല്യൂമൻ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. ദിസ് ഇസ് ദ ല്യൂമൻ. ഈ കാണുന്നത് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആണ് കേട്ടോ. അതിനെ കട്ട് ചെയ്തിട്ട് ക്രോസ് സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ വൈറ്റ് കളർ പാർട്ട് ഉണ്ടല്ലോ, ഇതാണ് ല്യൂമൻ. ല്യൂമൻ എന്ന് വെച്ചാൽ ക്യാവിറ്റി. ആ ട്രാക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഫുഡൊക്കെ പാസ് ചെയ്യുന്ന, ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫുഡ്, അത് പാസ് ചെയ്യുന്നത് ഈ വൈറ്റ് കളർ പാർട്ടിലൂടെയാണ്. ഇത് കട്ട് ചെയ്ത ഭാഗമാണ്. ഓക്കെ, ഒരു ലോങ് ട്യൂബിലേക്ക് സ്ട്രക്ചറിന് കട്ട് ചെയ്താൽ എങ്ങനെയാണോ നമ്മൾ കാണുക അതിൻ്റെ ഉൾഭാഗം, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് ദി digestive tract.
And this is the inner wall of digestive tract, this pinkish color lining. Okay, so this lining, that is actually an epithelial tissue. ഈ കാണിച്ചിരിക്കുന്ന ഈ നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു നേർത്ത കവറിങ് ഉണ്ടല്ലോ, പിങ്ക് കളറിൽ വേറെ കാണിച്ചിരിക്കുന്നത്, അത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, വിച്ച് ഇസ് ലൈനിങ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ലൈനിങ് എന്ന് വെച്ചാൽ കവർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ ഫുൾ ബോഡീൻ്റെയും പുറമേ മാത്രമല്ല എവിടെയും കാണാൻ പറ്റുന്നുണ്ട്, ഓരോരോ ഓർഗൻസിൻ്റെയും ഓരോ ഓർഗൻ സിസ്റ്റത്തിൻ്റെയും ഇന്നർ ലൈനിങ് ആയിട്ടും നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ലൈൻസ് ദി ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. It performs functions such as protection. So this is the main function of epithelium. ഇത് protection. ഈ protection കൂടാതെ it also helps for absorption and production of secretions. Absorption. This is the inner lining of digestive tract. This inner lining, this helps for the absorption of digested food. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ വലിച്ചെടുക്കുന്നത് ഈ ഒരു ലൈനിങ്ങിലൂടെയാണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഡൈജസ്റ്റീവ് ട്രാക്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ പ്രൊഡ്യൂസ്ഡ്. സോ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്, പ്രൊഡക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്, that is done by this inner lining of the digestive tract. അപ്പോൾ മെയിനായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂവിന് പല ഫങ്ഷൻസ് ഉണ്ട്. പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. ദീസ് ആർ ദ ത്രീ മെയിൻ ഫങ്ഷൻസ് ഓഫ് an epithelial tissue. Epithelial tissue present in the skin, that is only for protection. But what about the epithelial tissue lining the inner wall of digestive tract? This is for protection, absorption and production of secretions. 3 ഫങ്ഷൻസും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ ഭാഗത്തും ആലോചിക്കുക, നമ്മുടെ എല്ലാ ബോഡി പാർട്ടിനും പുറത്തും ഉള്ളിലുമായിട്ട് കവറിങ് ഉണ്ട്. ആ കവറിങ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. Is it clear? Okay, what's the common function of epithelial tissue? Covers and protects. What about the other functions? Absorption, secretion. Okay, absorption അറിയാലോ നിങ്ങൾക്ക്, വലിച്ചെടുക്കുക. ന്യൂട്രിയൻസിനൊക്കെ just like a sponge, it is absorbing the digested nutrients. That is absorption. Production of secretions or secretion എന്ന് പറയുന്നത് ഏതെങ്കിലും ടൈപ്പുള്ള ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ in the digestive tract, digestive juices are produced. That's an example. Okay, so that's all about the epithelial tissue, the first kind of animal tissue. This tissue that is seen on the uppermost part. നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗൻ എടുത്താൽ അതിൻ്റെ ഏറ്റവും പുറമേയും ഏറ്റവും ഉൾഭാഗത്തും കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ എപ്പിത്തീലിയാണ്. പുറത്തും കവറിങ് ഉണ്ടാവും, ഉള്ളിലും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ we are painting our home. We will add paints on the outer walls and also on the inner walls. വീടിൻ്റെ പുറത്ത് ഉള്ളിൽ ഒരുപോലെ പെയിൻ്റ് അടിക്കില്ലേ നമ്മൾ? അപ്പോൾ പുറത്തടിക്കുന്ന പെയിൻറ്റ് പുറത്തുള്ള കവറിങ്, ഉള്ളിലടിക്കുന്ന പെയിൻറ്റ് ഉള്ളിലുള്ള കവറിങ്. അപ്പം നമ്മൾ ഏത് ഓർഗൻ എടുത്താലും അതിന് പുറം ഭാഗമുണ്ട്, ഇന്നർ പാർട്ടുമുണ്ട്. സോ both are covered and protected by this epithelial tissue. Next, nervous tissue. Nervous tissue, the function that we already know, controls and coordinates physiological functions. What do you mean by physiological functions? Life-giving functions. Life-giving functions like digestion, respiration, okay, transportation, excretion എന്ന് വെച്ചാൽ വേസ്റ്റിനെ റിമൂവ് ചെയ്യുക. So these all functions are life activities
means life maintaining functions. And we can call these life maintaining functions as physiological functions. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും, കോർഡിനേറ്റ് ചെയ്യുക മീൻസ് കണക്റ്റഡ് ടു വൺ അനദർ ബൈ ദ നെർവസ് ടിഷ്യൂ. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നെർവസ് ടിഷ്യൂ ആണ് അല്ലേ? എങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് നെർവസ് ടിഷ്യൂ എനേബിൾസ് ടു റെസ്പോണ്ട് identifying the changes inside and outside the body. So we need to know, we need to identify the changes around us. Maybe the changes inside the body or maybe outside the body. അപ്പം നമുക്ക് ചുറ്റും നമ്മുടെ ശരീരത്തിനുള്ളിലും പുറമേ ആയിട്ടുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് മെസ്സേജസ് ആയിട്ട് ബ്രെയിനിന് പാസ് ചെയ്യുമ്പോൾ, ബ്രെയിനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്നിട്ട് ബ്രെയിൻ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ ഇത് ഏത് ഓർഗനിലേക്കാണോ എത്തുന്നത് ആ ഓർഗൻ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും റെസ്പോൺസ് ഉണ്ടായിരുന്നു. റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ, യു ഫീൽ ഹങ്കർ. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ആ ഒരു ഫീൽ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻസൈഡ് അവർ ബോഡി. പെട്ടെന്നൊരു ഹങ്കർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് മാറിപ്പോയി അല്ലേ? ബോഡിക്ക് സെല്ലിന് ഫുഡ് ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് എ ചേഞ്ച്. ദിസ് ചേഞ്ച് ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ മീൻസ് ദീസ് നെർവ് സെൽസ്, ദ ഗ്രൂപ്പ് ഓഫ് നെർവ് സെൽസ്, and they will create a message to the brain. That is our body that is hungry. So we need to have the food. That will be the message passed by the nervous tissue to the brain. Then brain identifies, analyzes everything and find the answer. You can eat the food now and can digest it. So the instruction that will be given to the digestive system through this nervous tissues. So that's the use of nervous tissue. They identify the changes around and inside our body and they forms the messages, and this message that is passed to the brain analyzes and pass another message to the target where that target want to make actions. Response ഉണ്ടാക്കേണ്ടത് ആ ടാർഗറ്റാണ്. അങ്ങനെയാണ് എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിൻ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതും. ഹങ്കർ എന്നുള്ളൊരു ഫീല് വരുമ്പോൾ അത് ബോഡിയിലുള്ള എന്താ പറയുക, ബോഡിയിലുള്ള ഓർഗൻസിൻ്റെ ഒക്കെ ഒരാവശ്യമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ആവശ്യം മനസ്സിലാക്കി അതിന് കണക്കായിട്ട് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ബ്രെയിൻ ചെയ്യുന്നത്. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഹങ്കർ, ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്. To have food, we have to move our muscles, move our body, move our hand. So all organs are connected one another. This connection that is known as coordination. Okay, who controls and coordinates the body actions, physiological functions? Nervous tissue. Okay, how it is possible? By making, first of all, by identifying the changes around and inside the body, then after to respond to those changes by making certain changes, life activities in the body. Is it clear? So that's all about the nervous tissue. Then the third one, muscular tissue. We know that muscles, they help us to move. എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്? Consist of cells that can contract and regain the original state, enables the movement of the body. So here you can see different kinds of cells. 1, 2, 3, 4, 5, 6, 7. So 7 muscular cells are here. Each muscular cell, each cell can contract and regain the original state. For example, this is the shape of a muscular cells.
Okay, when it contract, the shape will be just like this. ഈ ഒരു മസിൽ സെല്ല് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ സൈസ് കുറയാം, ഷോർട്ടൻ ചെയ്യാം. ദെൻ വാട്ട് യു മീൻ ബൈ റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്? ലെങ്തൻ ചെയ്യാം. സോ വെൻ ദീസ് മസിൽ സെൽസ് കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്, this muscle tissue, the whole muscle tissue moves. Okay, this movement that generates the movement of any other body part. മസിൽ സെൽസിന് ഉണ്ടാവുന്ന ഈ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് ആ മസിൽസ് എവിടെയാണുള്ളത് അവിടെയുള്ള ബോഡി പാർട്സ് മൂവ് ചെയ്യാൻ ഉള്ള റീസൺ. ഇസ് ഇറ്റ് ക്ലിയർ? സോ മസ്കുലർ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് മസിൽ സെൽസ് വിച്ച് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദിയർ ഒറിജിനൽ ഷേപ്പ്. By doing this, continuous contraction and relaxation, by doing this, they can move any body parts. ആ മസിൽ ടിഷ്യൂ എവിടെയാണോ ഉള്ളത് ആ ബോഡി പാർട്സ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും ഒരു സ്പ്രിങ്ങിന് പ്രസ് ചെയ്തിട്ട് വിട്ടതുപോലെ ഉണ്ടാവും. ഒരു സ്പ്രിങ് നമ്മൾ എടുത്തിട്ട്, ഇങ്ങനെയുള്ളൊരു സ്പ്രിങ് എടുത്തിട്ട് അതിനെ പ്രസ് ചെയ്തിട്ട് വിടുന്നത് ആലോചിച്ച് നോക്കിയേ. പ്രസ് ചെയ്യുക, ഷോർട്ടൻ ചെയ്യുക. അതിനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ അത് ലെങ്തൻ ചെയ്യും. ലെങ്തൻ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ആ ഒരു ഷേപ്പിലേക്ക് അത് തിരിച്ചെത്തും. റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സ്പ്രിങ് അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ പ്ലേസ്, ലൊക്കേഷൻ മാറി മാറി വരും. ദ സെയിം വേ ദ മസ്കുലർ ടിഷ്യൂ വർക്ക്സ്. ഓക്കെ, ദ മസിൽ സെൽസ് ആർ കോൺട്രാക്റ്റിംഗ് ആൻഡ് റിലാക്സിങ് ദിയർ shape, and thereby their size will shorten and lengthen, and it makes the movement of a body part where these muscles are situated. ഈ മസിൽസ് എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ബോഡി പാർട്സ് ആണ് ഇതുപോലൊരു മൂവ്മെൻറ്റ് നടത്തുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ തേർഡ് വൺ, മസ്കുലർ ടിഷ്യൂ. ദെൻ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് വൺ, കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, connective tissue. The name suggests that it is a tissue either connects different tissues or acts as a support to them. Okay, ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ എല്ലാ ടിഷ്യൂസിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബോൺ, കാർട്ടിലേജ്, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ കണക്റ്റീവ് ടിഷ്യൂസ്. While taking blood as an example for connective tissue, we know that blood is the only tissue which can flow. Fluid ആയിട്ടുള്ള ഒരേ ഒരു ടിഷ്യൂ ബ്ലഡ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഫ്ലോസ് ത്രൂ ഔട്ട് ദ ബോഡി. ഇറ്റ് ഹാസ് എ കോണ്ടാക്ട് വിത്ത് ഓൾ പാർട്ട് ഓഫ് അവർ ബോഡി. എല്ലാ ബോഡി പാർട്ടും തമ്മിലൊരു കോണ്ടാക്ട്, കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മീനിങ് കിട്ടിയല്ലോ. ഇറ്റ് ഈദർ കണക്ട്സ് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ലൈക്ക് ദ ബ്ലഡ്. ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മളെ ബോഡിയിലുള്ള ഒരേ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ അത് ബ്ലഡാണ്. ഓൺലി ഫ്ലൂയിഡ് ടിഷ്യൂ ബ്ലഡാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് പല പല ഓർഗൻസ് തമ്മിൽ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ വൺ മോർ, connective tissue act as a support to them. They support other tissues just like the bone, cartilage and fibrous tissue. You know that the bones, we have a skeleton of bones. അല്ലേ, അസ്ഥി കൂടമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പം അതാണ് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത്. വി ക്യാൻ സിറ്റ് സ്ട്രെയിറ്റ്, വി ക്യാൻ സ്റ്റാൻഡ് അപ്രൈറ്റ്. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത്, നിൽക്കാൻ പറ്റുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, നടുനിവർത്തിയിരിക്കുന്നത്, അപ്പം അതൊക്കെ ഈ ഒരു ബോൺസ് ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ഗിവിങ് എ സപ്പോർട്ട് ടു അസ്. ഓക്കെ, ഇപ്പോൾ ഒരു ടിഷ്യൂ അത് പല ടിഷ്യൂസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടിഷ്യൂസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലോ നമ്മൾ അവരെ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് വിളിക്കും. ബോൺ ആയാലും കാർട്ടിലേജ് ആയാലും, കാർട്ടിലേജ് എവിടെയാണ് കാണുന്നത്? ഓൺ ദി ടിപ്പ് ഓഫ് ദ നോസ്, ദെൻ ഇയർ,
ഇയറിൻ്റെ ഭാഗത്തൊക്കെ കാർട്ടിലേജ് ഉണ്ട്. അപ്പോൾ ഈ കാർട്ടിലേജ് എന്താ ചെയ്യുക? കാർട്ടിലേജ് ഒരു സപ്പോർട്ടല്ലേ തരുന്നത്, അല്ലേ? സോ ദേ ഓൾസോ ഗിവ് സപ്പോർട്ട്, കാർട്ടിലേജ്. ദെൻ വൺ മോർ, ഫൈബ്രസ് ടിഷ്യൂ. ഈ പറഞ്ഞ ഫൈബ്രസ് ടിഷ്യൂ ബ്ലഡിലുണ്ട്, ഫ്ലൂയിഡ്സിലൊക്കെ ഉണ്ട്, ബോൺസിലുണ്ട്, കാർട്ടിലേജ് ഉണ്ട്. ഇത് ഒരു സപ്പോർട്ടും സ്ട്രെങ്ത്തുമാണ് തരുന്നത്. അങ്ങനെ നമ്മളെ ബോഡിയിൽ എല്ലാ ടിഷ്യൂസിനും തമ്മിൽ കണക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടിഷ്യൂസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ടിഷ്യൂ ഉണ്ടോ, അത് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. What do you mean by connective tissue? The tissue either connects different tissues or acts as a support to them. Okay, this kind of tissue that is known as connective tissue. What are the examples? Bone, cartilage, fibrous tissue, blood, etc. are the various connective tissues. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Okay, let's start with bone and cartilage. Bone and cartilage provide support, protection, and a definite shape to the body. You know that the bones, they are giving a support, no? നമുക്ക് വേണ്ട സപ്പോർട്ട് ഒരു എന്താണ്, ഹ്യൂമൻ ബീങ്സിന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ബോൺസ് ഉള്ളത് കൊണ്ടാണ്. ഇഫ് വി ഡോണ്ട് ഹാവ് ദ ബോൺസ് വി കാൺറ്റ് സ്റ്റാൻഡ് അപ്പ് റൈറ്റ്. നമുക്കിങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. സോ അതിന് സഹായിക്കുന്നത്, സപ്പോർട്ട് തരുന്നത് ബോൺസ് ആണ് ആൻഡ് കാർട്ടിലേജസ്. ദെൻ ദേ ഓൾസോ ഗിവ്സ് പ്രൊട്ടക്ഷൻ. ദീസ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ് ആർ കവറിങ് അവർ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ദ ബ്രെയിൻ, ദെൻ ഹാർട്ട്, ലങ്സ്. ഇങ്ങനെയുള്ള നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഈ പറഞ്ഞ ബോൺസും കാർട്ടിലേജസും കവർ ചെയ്യുന്നുണ്ട്. So they are giving protection also. Then the third one, a definite shape to the body. നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു പ്രത്യേക ഷേപ്പ്. നമ്മുടെ ഫേസ് ആവാം, ഓരോരുത്തരുടെ ഫേസും പല തരത്തിലാണല്ലേ. അതുപോലെ ബോഡി ഷേപ്പൊക്കെ വെവ്വേറെ തരത്തിലല്ലേ. അപ്പം ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ സ്കെലട്ടൺ ആണ്, ബോണും കാർട്ടിലേജും കൊണ്ടുണ്ടാക്കിയ സ്കെലട്ടൺ. ഓക്കെ, അപ്പോൾ അതാണ് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പും ഫേസും. നമ്മൾ ഓരോ വ്യക്തികളും വെവ്വേറെയല്ലേ കാണാൻ, മുഖം ഒരുപോലെ അല്ലല്ലോ. മുഖം വെച്ചല്ലേ നമ്മൾ കൂടുതൽ ആൾക്കാരെ തിരിച്ചറിയുന്നത്. അപ്പം ഈ വെവ്വേറെ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് നൽകുന്നത് ബോണും കാർട്ടിലേജുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വെവ്വേറെ കണക്റ്റീവ് ടിഷ്യൂസും അതിൻ്റെ ഫങ്ഷൻസും ആണ് നോക്കുന്നത്. ദിസ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ, ബോൺ, and another connective tissue is cartilage. Both are providing support, protection and shape. Okay, എന്തൊക്കെയാണ് ബോൺ ആൻഡ് കാർട്ടിലേജിൻ്റെ ഫങ്ഷൻ? ഗിവിങ് സപ്പോർട്ട്, then protection, and then what? The shape, definite shape to the body. Then fibrous tissue. Fibrous tissue connects other tissues. ഈ ബ്ലഡിലും ബോണിലും കാർട്ടിലേജിലും ഒക്കെ നമുക്ക് ലോങ് ത്രെഡ് പോലെയുള്ള ഫൈബേഴ്സ് കാണാൻ പറ്റും, ത്രെഡ് ലൈക്ക് ഫൈബേഴ്സ്. അപ്പം അതിനാണ് ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതെല്ലാവരെയും ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഫൈബ്രസ് ടിഷ്യൂ എന്താ ചെയ്യുന്നത്? കണക്ട്സ് ദ ടിഷ്യൂസ് ടുഗെദർ. ഇനി ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് and makes the body resistant to diseases. So blood has different roles. One is it is carrying oxygen, it is carrying carbon dioxide, it is carrying digested nutrients to all part of our body. And it also collects the waste materials from each and every part of the body. രണ്ട് ഫങ്ഷനുണ്ട്. ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റ് മെറ്റീരിയൽസിനെയും ഒക്കെ കളക്റ്റും ചെയ്യും. അതാണ് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, വസ്തുക്കളെ വഹിക്കുക. ദെൻ മേക്സ് ദ ബോഡി റെസിസ്റ്റൻസ് ടു ഡിസീസസ്. വി നോ ദാറ്റ് ഇൻ blood cells, among the blood cells there is a blood cell which can kill germs. Can you name that blood cell? Yes, that's it, WBC. അപ്പോൾ WBCൻ്റെ ഫങ്ഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. WBCൻ്റെ ഫങ്ഷൻ തന്നെയായിരിക്കും ബ്ലഡിൻ്റെ ഫങ്ഷൻ.
So they conduct the materials and they also makes the body resistant to diseases. രോഗം വരാതെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നത് നമ്മുടെ ബ്ലഡാണ്. Is it clear? Okay. Then connective tissues. Again we are discussing something about the connective tissue. As the name suggests, connective tissues bind other tissues together. ആ പേരിലുള്ള പോലെ തന്നെ കണക്റ്റ് ചെയ്യുക, ബൈൻഡ് ചെയ്യുക, ഒന്നാക്കുക. ടെൻഡൻസ് ദാറ്റ് കണക്ട് മസിൽസ് ടു ദ ബോൺസ്. ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മസിൽസിൻ്റെ എൻഡ് കണ്ടല്ലോ, മസിൽസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ മസിൽസിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ഇത് രണ്ടും ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മസിൽസിൻ്റെ എൻഡ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് കാണുന്ന ഫൈബേഴ്സാണ് ഏതെന്ന് പറയുന്നത് ടെൻഡൻസ്. സോ ടെൻഡൻസ് ദാറ്റ് കണക്ട് മസിൽസ് ടു ദ ബോൺസ്. ദെൻ ലിഗമെൻറ്റ്സ് ദാറ്റ് കണക്ട് ബോൺസ് ടുഗെദർ. ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുക, അപ്പോഴല്ലേ നമുക്ക് സ്കെലട്ടൺ ആക്കാൻ പറ്റൂ. അസ്ഥി കൂടെ എങ്ങനെയാവുന്നത്? കുറേ ടൈപ്പ് ബോൺസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടല്ലേ. അപ്പം അങ്ങനെ ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ലിഗമെൻ്റ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ. ദെൻ മസിൽസ് ആൻഡ് ബോൺസ് ടുഗെദർ കണക്റ്റഡ് ബൈ ദ കണക്റ്റീവ് ടിഷ്യൂ നെയിംഡ് ടെൻഡൻ. അത് രണ്ടും മാറിപ്പോകരുത്. മസിൽ ടു ബോൺ ടെൻഡൻ ആണ്, ബോൺ ടു ബോൺ ലിഗമെൻസും ആണ്. ഓക്കെ, മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ടെൻഡൻ, ബോൺസിനെ ബോൺസുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന ആളാണ് ലിഗമെൻസ്. അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. Okay, then and fibrous tissues that hold the eyes and kidneys in the proper place are the examples for connective tissues. അപ്പം നമ്മുടെ ഓരോ ഓർഗൻസും, ഐസ് ആവാം, കിഡ്നീസ് ആവാം, ലങ്സ് ആവാം, ഹാർട്ട് ആവാം, എല്ലാ ഓർഗൻസും ഒരു പ്രോപ്പർ ലൊക്കേഷനിലാണ് ഉണ്ടാകുന്നത്, പ്രോപ്പർ പ്ലേസിൽ അതിനവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള. എങ്ങനെ, ആര് ഫിക്സ് ചെയ്യും? ഈ ഫൈബ്രസ് ടിഷ്യൂസ്. പല ഭാഗത്തു നിന്ന്, ബോഡീൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ഫൈബ്രസ് ടിഷ്യൂസാണ് നമ്മുടെ ഓരോ ബോഡി ഓർഗൻസിനെയും അതാത് സ്ഥാനത്ത് നിലനിർത്തുന്നത്, വെക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ ടെൻഡൻ കണക്ട് മസിൽസ് ടു ബോൺസ്, ligaments connect bones to bones. Fibrous tissues are placing each and every organs in the proper place. Okay, then bone and cartilage, that are connective tissues, help in movement and provide shape, support and strength to the body. Besides, they cover and protect internal organs. As we already know that. ഓക്കെ, ബോൺ ആൻഡ് കാർട്ടിലേജ് സപ്പോർട്ട് തരുന്നുണ്ട്, ഷേപ്പ് തരുന്നുണ്ട്, സ്ട്രെങ്ത്ത് തരുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് അല്ലേ. കവർ ആൻഡ് പ്രൊട്ടക്ട് ദി ഇൻറ്റേർണൽ ഓർഗൻസ് പറഞ്ഞല്ലോ. ചെസ്റ്റ് ബോൺ ഉണ്ട്, ചെസ്റ്റ് ബോൺ ആണ് നമ്മുടെ ലങ്സിനെയും ഹാർട്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. ചെസ്റ്റ് ബോണും റിബ്സും. അങ്ങനെ ഓരോ ഓർഗൻസും എടുക്കുമ്പം ഈച്ച് ബോൺസ് ആ കവേർഡ്, ഈച്ച് ബോൺസ് കവേഴ്സ് those organs. അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. Then blood, the fluid tissue, also belongs to the group of connective tissues. Blood carries out various functions like transporting respiratory gases and nutrients and providing immunity, etc. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. റെസ്പിറേറ്ററി ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ് റെസ്പിറേറ്ററി ഗ്യാസസ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി. ഇറ്റ് മീൻസ് ദേ കിൽസ് ദ ജേംസ് ദാറ്റ് എൻറ്റർ അവർ ബോഡി. ഹൂ കിൽസ് ഇൻ ദ ബ്ലഡ്? WBC cells and RBCs, exchange of respiratory gases. Then platelets helps for clotting of blood. രക്തം കട്ട പിടിക്കാൻ സഹായിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആർ ദെയർ ഇൻ ദ ഫ്ലൂയിഡ് ടിഷ്യൂ ബ്ലഡ്, സോ വിച്ച് ഹെൽപ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് immunity. Okay,
So connective tissues are the most diverse and largest in number. ഓക്കെ, പല ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ തന്നെ കുറച്ച് ടൈപ്പേ ഉള്ളൂ. മസ്കുലാർ ടിഷ്യൂ 3 ടൈപ്പ് മസ്കുലാർ ടിഷ്യൂ ഉണ്ട്. നെർവസ് ടിഷ്യൂ ഒറ്റ ഒരു തരത്തിലുള്ളതേ ഉള്ളൂ. Then what about the connective tissues? There are different varieties of connective tissues. Is it clear for you? അപ്പം നമ്മൾ 4 ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. ആനിമൽ ടിഷ്യൂസ്, ഓക്കെ. എപ്പിത്തീലിയൽ ടിഷ്യൂസ് covers, protects and absorbs, secretes. Okay, so these are the functions of epithelial tissue seen on the skin and on the inner part of the digestive tract and the inner part of all organs. Then നമ്മൾ പറഞ്ഞത് nervous tissue, then muscular tissue. Then after we have discussed about the connective tissues like bone, cartilage, fibrous tissue, blood, then tendons and ligaments. Is it clear for you? Next, we are taking a question from let us assess. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. Question number 1. Given below in this illustration are various tissues related to the structure of hand. കയ്യിൽ പല ഭാഗത്തായിട്ട് പലതരം ടിഷ്യൂസ് കാണാം. അതാണ് ഇവിടെ ABCD മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. റൈറ്റ് ദ സ്യൂട്ടബിൾ ആൽഫബറ്റ് ടു ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ദ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ അബൌട്ട് ദ 4 ടിഷ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ തന്നെ ഏതാണ് ടിഷ്യൂ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണേ. ഇതേതായിരിക്കും? ബോൺസ്. ഇത് യെസ്, നെർവസ് ടിഷ്യൂ. Then what about this? Epithelial tissue. This is blood. Blood means connective tissue. ഇത് മനസ്സിൽ വേണം, എയും ബിയും സിയും ഡിയും എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് വേണം ഇത് എഴുതാൻ. Which is the first one? First statement provides support, protection and shape. ഇതിലേതായിരിക്കും സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഷേപ്പും തരുന്നത്? ഇതിലേതായിരിക്കും? എ അല്ലേ? ബോണല്ലേ പ്രൊട്ടക്ഷനും ഷേപ്പും തരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കവേഴ്സ് ദ ബോഡി പാർട്സ്. ഏതായിരിക്കും കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ? എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇതിലേതാ എപ്പിത്തീലിയൽ ടിഷ്യൂ? സി ആണല്ലേ, സി. ദെൻ ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ്. വിച്ച് വൺ ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് like respiratory gases? blood എന്ന് പറയുമ്പോൾ ഡി. helps to respond by recognizing ചേഞ്ചസ് അറിയാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ nervous tissue. which is the nervous tissue? it is B. ഇതാണ് ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. is it clear? so that's all about our today's topic. We have discussed about the 4 kind of animal tissues and 1 question. Okay. So, thank you. Learn well. We will meet soon with plant tissues. ഈ കാണുന്നത് ബോൺ സെൽസ് ആണ്. ബോൺ സെൽസ് അല്ല, ബോൺ ടിഷ്യൂ എന്ന് പറയാം. കാണുന്നുണ്ടോ? ഓക്കെ, ഇത് കുറേ ബോൺ ടിഷ്യൂസ് ആണ്. ഇതിൽ റെഡ് കളർ, ദെൻ ബ്ലൂ കളർ, യെല്ലോ കളറിൽ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ടോ? വയറ് പോലെ, കേബിൾ വയേഴ്സ് പോലെ. ഇതൊക്കെ എന്താണെന്നറിയോ? ഫൈബേഴ്സ് ആണ്. നമ്മൾ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ടെൻഡൻസും ലിഗമെൻസും. ആ ഫൈബേഴ്സ് ആണ് നമ്മൾ ഈ റെഡ് കളറിലും ബ്ലൂ കളറിലും യെല്ലോ കളറിലും കാണിക്കുന്ന പൈപ്പ്, സൈഡ് വേസിൽ കാണുന്ന പൈപ്പ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബോൺ ടിഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് നെർവസ് ടിഷ്യൂയിലുള്ള ഒരു നെർവ് സെല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാണുന്നില്ലേ? അപ്പം നെർവ് സെല്ല് ഇങ്ങനെയാണ്, ഈ ഒരു ഷേപ്പിലാണ് നെർവ് സെൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു എൻഡ് റെഡ് കളറിലുള്ള കുറച്ച് സെൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് സെല്ലാവാം, ഏതെങ്കിലും ഒരു ബോഡി പാർട്ടാവാം, മസിലാവാം. ഓക്കെ, അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്?
ഒരു നെർവ് സെൽ അത് എത്രത്തോളം ലെങ്തിയാണ്, ബ്രാഞ്ചഡ് ആണ്, അറ്റ് എ ടൈം അത് ഒന്നിലധികം സെൽസുമായിട്ട് കാണുന്നില്ലേ, ഒന്നിലധികം സെൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ട്രാൻസ്ഫർ മെസ്സേജസ്, ഡിറ്റക്ട് ദ ചേഞ്ചസ് അറൗണ്ട്. ക്ലിയർ?